നമസ്കാരം. വിദ്യാ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ് +2 മാത്തമാറ്റിക്സിലെ ഡിഫറൻസിയേഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷനിലെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുന്ന രീതിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതെല്ലാം എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് y = എക്സിൻ്റെ ഏതെങ്കിലും ഫംഗ്ഷൻ, എക്സ് അല്ലെങ്കിൽ വേറൊരു വേരിയബിളിൻ്റെ ഏതെങ്കിലും ഫംഗ്ഷൻ എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും ഒരേപോലെ കൂടി കിടക്കുന്ന ഫംഗ്ഷനുകളാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് dy/dx കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² + xy + y² = 100. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. y എന്നുള്ളത് നേരിട്ട് തന്നേക്കുമല്ല, എക്സും വൈയും കൂടെ ഇടകലർന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് dy/dx കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ഇക്വേഷനായിട്ട് കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. ഇതിൻ്റെ രണ്ട് വശവും നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. പ്ലസ് ഇവിടെ x × y എന്നുള്ളതാണ് അടുത്ത ടൈം കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യണം. ആദ്യം പ്രൊഡക്റ്റ് ഫോർമുല ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ x × ഡെറിവേറ്റീവ് ഓഫ് y എന്ന് വരും. വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy/dx എന്ന് കിട്ടും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു y × ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് 1 ആണ്. പ്ലസ് ഇനി y² ഡെറിവേറ്റീവ് ആണ്. y² ഡെറിവേറ്റീവ് നമുക്കറിയാം. x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ അത് 2x ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് y ആണ്. y² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2y ആണ്. പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കുക. നമ്മൾ ചെയിൻ റൂളിനകത്ത് പറഞ്ഞെടുക്കുക. ഇവിടെ 2y ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന y ആണ്. അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. വൈയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം dy/dx ആണ്. = ഇവിടെ 100ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. 100 ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് 0 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് മൊത്തത്തിൽ ഈ ഫംഗ്ഷനെ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം dy/dx ഉള്ള ടേംസ് ഒന്നിച്ചെഴുതുക, അല്ലാത്തതിനെ അപ്പുറത്തേക്ക് എഴുതുക. അപ്പോൾ നമ്മുടെ x × dy/dx പ്ലസ് 2y × dy/dx = -2x - y എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ x + 2y × dy/dx = -2x + y എന്ന് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് ഫൈനൽ ആൻസർ dy/dx എന്ന് പറയുന്നത് -2x + y / x + 2y എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അടുത്തൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, അതിനകത്ത് നമ്മൾ dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്: sin² y + cos xy = π. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ മുമ്പേ ചെയ്ത കണക്ക് തന്നെ രണ്ട് വശത്ത് നമ്മൾ
ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആദ്യം ഇത് എക്സ് സ്ക്വയർ എന്നുള്ള രീതി കിടക്കുന്നതുകൊണ്ട് 2 ഇൻറ്റു എക്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് സൈൻ വൈ ആണ്. ഇൻറ്റു ഇനി ഇവിടെ സൈൻ ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് ആണ്. കോസ് വൈ എന്ന് കിട്ടും. ഇനി അടുത്ത് കിടക്കുന്ന എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന വൈ ആണ്. വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്നും കിട്ടും. പ്ലസ് അടുത്തത് കോസ് ഓഫ് എക്സ് വൈ ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അവിടെ ഇത് സൈനിൻ്റെ എക്സിൻ്റെ സ്ഥാനത്തുള്ളത് എക്സ് വൈ ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് സൈൻ എക്സ് വൈ എന്ന് വരും. ഇനി ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഈ എക്സ് വൈ ആണ്. എക്സ് വൈയുടെ ഡെറിവേറ്റീവാണ് നമ്മൾ എടുക്കേണ്ടത്. എക്സ് വൈ എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യണം. അതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മളെടുത്തു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഭാഗത്ത് ഉള്ളത് പൈ ആണ്. പൈയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം. പൈ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. ഇനി നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിരുതാം. 2 സൈൻ വൈ കോസ് വൈ ഡി വൈ ബൈ ഡി എക്സ്. ഇതിലേക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് സൈൻ എക്സ് വൈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ സൈൻ എക്സ് വൈ ഇസിക്വൽ ടു 0 എന്ന് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടീമുകൾ ഒന്നിച്ചെഴുതുക. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 2 സൈൻ വൈ കോസ് വൈ മൈനസ് എക്സ് സൈൻ എക്സ് വൈ. എക്സ് ആദ്യം എഴുതിയുള്ളൂ. സൈൻ എക്സ് വൈ ഈക്വൽ ടു ഈ ടേമിനെ അപ്പുറത്തേക്ക് ഇരുന്നപ്പോൾ വൈ സൈൻ എക്സ് വൈ എന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ സൈൻ എക്സ് വൈ ഡിവൈഡഡ് ബൈ 2 സൈൻ വൈ കോസ് വൈ മൈനസ് എക്സ് സൈൻ എക്സ് വൈ എന്ന് കിട്ടും. പിന്നെ വേണമെങ്കിൽ 2 സൈൻ വൈ കോസ് വൈ എന്നൊക്കെ ഉള്ളതിന് സൈൻ 2 വൈ എന്നൊക്കെ എഴുതാം. അതിപ്പോൾ വേണ്ട. നമുക്കിപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതായത് നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സിനെ കണ്ടുപിടിക്കുക. വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആകുമ്പോൾ ഇതിനകത്ത് വന്ന് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ്, ഇപ്പം ഇത് ശരിക്കും നമുക്കറിയാം ഇത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനാണ്. വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. എങ്കിലും ഇത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട വഴി ഈ പറഞ്ഞ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള രീതിയിലേക്കാണ്. നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഇതിനകത്ത് നമുക്കൊരു കാര്യം എഴുതാൻ പറ്റും. സൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ. സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് സൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനകത്തും നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ് സൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ഇതിനകത്തുനിന്ന് രണ്ട് വശത്തും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാം. സൈൻ വൈയുടെ ഡെറിവേറ്റീവ്, സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസാണെന്ന് നമുക്കറിയാം. കോസ് വൈ എന്ന് വരും. പിന്നെ എക്സിൻ്റെ സ്ഥാനത്തുള്ള വൈ ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. ഇതിനകത്തുനിന്ന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1 ബൈ കോസ് വൈ എന്ന് കിട്ടും. ഇനി നമ്മുടെ റിസൾട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കോസ് വൈനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. സൈൻ വൈ എന്ന് പറയുന്ന എക്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നൊരു റിസൾട്ടുണ്ട്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. അതിനകത്തുനിന്ന് നമുക്കൊരു കാര്യം എഴുതാം. കോസ് സ്ക്വയർ എ
എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർഡ് ആയി, അല്ലെങ്കിൽ കോസ് എ ആകുമ്പോഴത് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർഡ് എന്ന് എഴുതാവുന്നതാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് കോസ് വൈ എന്നാന്ന് എഴുതാം. കോസ് വൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് വരും അതിൻ്റെ റൂട്ട്. ഇവിടെ നമുക്കറിയാം സൈൻ വൈ എന്ന് പറയുന്നത് എക്സ് ആണ്, അതുകൊണ്ട് ഇത് 1 മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിനകത്തു നിന്ന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഡെറിവേറ്റീവ്. നമ്മളിപ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു. നേരെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. വെറുതെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കോസ് y ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതിയിട്ട് നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് കൂടാണ്ട് ഇതിന് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. നമുക്ക് അറിയാം ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടിൻ്റെ രീതിയിലാണ് കിടക്കുന്നത്. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നൊരു റിസൾട്ട് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ്. കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമുക്കിതിനെ ഈ രീതിയിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാവുന്നതായതുകൊണ്ട് നമുക്ക് ഈ എക്സിന് പകരം ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. എക്സ് എന്ന് പറയുന്നത് ടാൻ തീറ്റ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തും. അതിൽ നിന്ന് നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ y എന്ന് പറയുന്നത് ഇങ്ങനെയാവും. കോസ് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, അഥവാ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ. അതെന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സും കോസും കൂടെ വരുന്നതുകൊണ്ട് അത് പോവും, 2 തീറ്റ എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് y എന്ന് പറയുന്നത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാവുന്നതുപോലെ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇന്ന് നമ്മളിവിടെ പഠിച്ചത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലാതെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് വരുന്ന 2 എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ധാരാളം എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരിലേക്കും ഈ അറിവ് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നന്ദി.